അതുപോലെ അങ്ങ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്നത് ആദ്യത്തെ ചുവടുവയ്പ്പിലാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ്, പിന്നീട് അങ്ങോട്ട് കുറച്ച് ഈസി ആയിരിക്കുമെന്നുള്ളത് അല്ലേ? അതെ. ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിലെ ഒരു യങ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഡയറക്ടർ പ്രൊഡ്യൂസറൊക്കെ ആയിട്ടുള്ള ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ, അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, ഈ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് എത്തിപ്പെടുന്നതിലല്ല, അത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. എത്തിപ്പെട്ടിടത്ത് നിലനിൽക്കാനും അവിടെ നിന്നുകൊണ്ടുള്ള ആ ജേണി എൻഹാൻസ് ചെയ്യുകയാണ് ഏറ്റവും ടഫസ്റ്റ് ടാസ്ക് എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. സോ ആ ഒരു പശ്ചാത്തലത്തിൽ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങ് പറഞ്ഞതുമായിട്ട് ഉള്ള ഒരു കമ്പാരിസൺ ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ നിലപാടിനെ കാണുന്നത്? ഇത് രണ്ടും ശരിയാണ്. അതായത് ഇപ്പം നമ്മൾ ഇത് സിനിമേനെ എടുക്കാം, കുറേ ആളുകൾ ഇങ്ങനെ വന്ന് ഏർലി സക്സസ് ഉണ്ടാക്കി പോയിട്ടുണ്ട്. പക്ഷേ ഒരു വൺ നൈറ്റ് സക്സസ് അല്ലെങ്കിൽ ഓവർ നൈറ്റ് സക്സസ് ഒക്കെ ഉണ്ടാക്കുക ഭാഗ്യം കൊണ്ടൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കും. എന്നാൽ പോലും നമ്മളൊരു മിഷനിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആദ്യം നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ലോണം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, അതൊന്ന് ക്ലച്ച് പിടിക്കാൻ. പക്ഷേ മിക്കവാറും ആളുകൾ പെടുന്നത് എന്താ വെച്ചാൽ ഏർലി അല്ലെങ്കിൽ ലെവൽ 1 ലെവൽ 2 സക്സസ്സിൽ അങ്ങ് മതി മറന്നു. സക്സസിൻ്റെ ഡെഫിനിഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. എന്താണ് സക്സസ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഡെഫിനിഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു മോട്ടിവേഷൻ സ്പീക്കർ അല്ലെങ്കിൽ ഒരു ബിസിനസ് കോച്ച് എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഒരു ഏർലി ഞാൻ ആദ്യകാലത്തെടുത്ത അത്രയും എഫേർട്ട് ഞാൻ ഇന്ന് എടുക്കുന്നില്ല. കാരണം ഇന്നത് എടുക്കാൻ കുറേയൊക്കെ അത് ബൈപ്പാസ് ചെയ്യാൻ കുറേ ടീമൊക്കെ ആയി. എനിക്ക് അന്ന് 16 മണിക്കൂർ, എനിക്ക് തോന്നുന്നു രാവിലെ 16 മണിക്കൂറും 18 മണിക്കൂറൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പണിയെടുത്തിട്ടുണ്ട്. കാരണം അത്രയും ടീമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ആ ഒരു ഘട്ടം എത്തി, ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു, റവന്യൂ കൃത്യമായിട്ട് വരുന്നൊരു സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ അത്രയും എടുക്കുന്നില്ലെങ്കിൽ പോലും ഇന്ന് ഞാൻ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇന്നലത്തേതിനേക്കാളും ബെറ്റർ ആകാൻ വേണ്ടിയിട്ടാണ്. മുമ്പ് ഞാൻ തുടങ്ങാനാണ് കഠിനാധ്വാനം ചെയ്തതെങ്കിൽ, ഫസ്റ്റ് സ്റ്റേജ് സക്സസ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ ക്ലാസ്സുകൾ കഴിഞ്ഞ വർഷം എടുത്തതിനേക്കാളും ഇമ്പ്രൂവ് ആക്കണം. ഈ വർഷം എൻ്റെ റവന്യൂ കഴിഞ്ഞ മാസത്തേതിനേക്കാളും ഇമ്പ്രൂവ് ആക്കണം. അത് നമ്മളുടെ അച്ചീവ്മെൻറ്റുകളെ നമ്മൾ തന്നെ തോൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ആക്ച്വലി സക്സസ്. iPhone 16 ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത്. ആ 16 ഇറങ്ങുന്ന ദിവസം തന്നെ 16Xൻ്റെ എക്സ്പയറി ഡേറ്റും കൂടെ ആര് സെറ്റ് ചെയ്തിട്ടുണ്ടാവും? ആപ്പിൾ കമ്പനി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു സെർട്ടൻ ഡേറ്റ് കഴിഞ്ഞാൽ 16 വില ഉണ്ടാവാൻ പാടില്ല, ആളുകൾ അത് ചോദിച്ചു വരാൻ പാടില്ല. അത് തല്ലിപ്പൊളി സാധനമാണ്, അത് മാർക്കറ്റിൽ നിന്ന് എടുത്ത് എറിയപ്പെടണം. അങ്ങനെ എറിയപ്പെടണമെങ്കിൽ എന്തുണ്ടാവണം? അതിനേക്കാളും ബെസ്റ്റായിട്ടുള്ള 17 ഇറങ്ങണം. നേരെ മറിച്ച് 16 വലിയ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു, വലിയ രീതിയിൽ കച്ചവടം നടന്നു. എന്നാൽ പിന്നെ ഇനി കുറേ കാലം 16 അങ്ങ് വിറ്റ് കളയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഔട്ട്ഡേറ്റ് ആയിപ്പോൾ. അംബാസഡർ വലിയ സക്സസ്ഫുൾ സാധനം തന്നെയായിരുന്നു. ഇന്ന് അംബാസഡർ ഇല്ല. എന്താ വെച്ചാൽ അപ്ഡേഷൻ ഉണ്ടാവാൻ. അപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റ് ആവും. സക്സസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേജാണ്, പക്ഷെ അവിടെ കാലാകാലം നിലനിൽക്കാൻ പറ്റില്ല. അവിടെ അതിനേക്കാളും ബെറ്റർ ആയിട്ട് ഒരാൾ വരുന്നത് നമ്മൾ ഔട്ട്ഡേറ്റ് ആയി പോകും. പക്ഷേ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഒരു പക്ഷേ അത്രയോളം എഫേർട്ട് എടുക്കേണ്ടി വരില്ല എങ്കിൽ പോലും നമ്മൾ അപ്ഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ നിരന്തരമായിട്ട് ഫോക്കസ്ഡ് ആയിരിക്കേണ്ടി വരും. ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലിലേക്ക് നമ്മൾ കാണുന്നത് തന്നെയാണ്. ഒരുപാട് ആളുകൾ വന്നു പോയെങ്കിൽ പോലും കഴിഞ്ഞ 40 കൊല്ലമായിട്ട് അവർ 40-45 കൊല്ലമായിട്ട് അവർ ഇൻഡസ്ട്രി ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ടുള്ള കഠിനാധ്വാനവും നിരന്തരമായിട്ട് അവരെ തന്നെ പരിപോഷിപ്പിച്ചെടുക്കാനുള്ള പഠനങ്ങളും റിസർച്ചുകളും ഒക്കെ തന്നെയാണ് അത് എത്തി നിൽക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും എടുത്തെറിയപ്പെടും. സോ രണ്ടും പ്രധാനമാണ്. ഇനീഷ്യൽ സ്റ്റേജിന്റെ എഫേർട്ട് തീർച്ചയായിട്ടും അതിൽ നമ്മൾ ഫെമിലിയർ ആവും. അപ്ഡേഷൻ പിന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടത്തും. പക്ഷെ ആളുകൾ പരാജയപ്പെടുന്നതെന്ന് വെച്ചാൽ മടിയന്മാരായിട്ട്, അല്ലെങ്കിൽ ആ സക്സസിന്റെ കംഫർട്ടിൽ അവർ കുരുങ്ങിക്കിടക്കുന്നുണ്ട്. പൃഥ്വിരാജ് സെക്കൻഡ് സ്റ്റേജിൽ പറഞ്ഞത് കംഫർട്ട് സോൺ കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. 2030 ആകുമ്പോൾ എവിടെ എത്തണം എന്നുള്ളതാണ് ഒരു ഗോളൊക്കെ ഉണ്ടാവുക? ഞാൻ എൻ്റെ മൊബൈൽ എടുത്തൊന്ന് കാണിച്ചു തരാം. ഇതാണ് 2030 എൻ്റെ വിഷൻ ബോർഡാണിത്. 2030 ഇതാ വിഷൻ 2030 എന്നാണിത് എനിക്ക് കാണുന്ന രീതിയിൽ. അപ്പോൾ ഏകദേശം ഇത് പ്രകാരം എനിക്ക് 1 2 3 4 5 6 7 8 9 10 വേർട്ടിക്കിൾസ് ആയിട്ട് ഏകദേശം ഒരു 1000 കോടി ടേൺ ഓവർ ഉള്ള, ഏകദേശം ഒരു 100-500 പേർക്കെങ്കിലും നല്ല രീതിയിൽ തൊഴിൽ കൊടുക്കുന്ന
മിനിമം ഒരു 5 രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് ഉള്ള വ്യത്യസ്തമായ അത്രയും കമ്പനികൾ, അത് ഞാൻ പറഞ്ഞല്ലോ 8ഓളം കമ്പനികൾ സക്സസ്ഫുള്ളായിട്ട് ബിൽഡ് ചെയ്ത് റൺ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴുള്ള വിഷൻ. പിന്നെ ബെഞ്ചാലി അക്കാഡമി എന്ന് പറയുന്നത് ഞങ്ങൾ 2035 ആകുമ്പോഴേക്കും എനിക്ക് നല്ല ഒരു 1000 ഓൺട്രപ്രണേഴ്സിന് $1 ബില്യൺ ബിസിനസ്സുകാരാക്കി മാറ്റണം. നല്ല ക്വാളിറ്റി സർവീസൊക്കെ ഉള്ള 1000 ഓൺട്രപ്രണേഴ്സിനെ ബില്യനേഴ്സ് ആക്കി മാറ്റണം. ഈ മിഷനിലാണ് ബെഞ്ചാലി അക്കാഡമി എന്ന് പറയുന്ന ഒരു കോച്ചിങ് ഫേം ഡ്രൈവ് ചെയ്യുന്നത്. അതാണ് എൻ്റെ പേഴ്സണൽ 2035 വിഷൻ, വിത്തിൻ 10 years. അപ്പോൾ അതിലേക്കുള്ള ആളുകൾ ഞങ്ങളിങ്ങനെ ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളുകൾ, അത്രയും വാല്യൂ ഉള്ള ലോങ് വിഷനുള്ള ഹാർഡ് വർക്ക് എടുക്കാൻ തയ്യാറായ ആളുകളെ ഞങ്ങൾ എന്ത് ചെയ്യും, ചെറിയൊരു ഗ്രൂപ്പാക്കി മാറ്റും. ബില്യനെയർ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ചെറിയ ക്ലബ്ബിലേക്ക് മാറ്റും. അവിടെ നമ്മൾ കൊടുക്കുന്ന സർവീസ് ഫ്രീ ആണ്. ഞങ്ങളുടെ ചാണക്യ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെയുള്ള വിഷണറി ആയിട്ടുള്ള ആളുകളെ നല്ല എത്തിക്കലായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യാം. എനിക്ക് ആഗ്രഹം ഉണ്ട് എന്നൊരാൾ പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിലേക്ക് എടുക്കില്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന യാത്രയിൽ അയാൾക്കൊരു വലിയ വിഷനുണ്ട്, അയാളുടെ കയ്യിൽ ഒരു വാല്യൂ ഉണ്ട് കൊടുക്കാൻ, അയാൾ ഭയങ്കര പാഷനേറ്റ് ആണ് എന്നുള്ള തോന്നുന്ന ആളുകളെ ഞങ്ങൾ എന്ത് ചെയ്യും, സ്പെഷ്യൽ കെയർ എന്ന് പറയുന്ന ഒരു ബില്യണയർ ക്ലബ്ബ് എന്ന് പറയുന്നിടത്തേക്ക് എടുക്കും. അവരുമായിട്ട് നമ്മൾ കുറെ കൂടെ പേഴ്സണലി അറ്റാച്ച് ചെയ്ത് അവരെ കൂടെ നിന്ന് കോച്ച് ചെയ്തിട്ട്, അത് സ്പെഷ്യൽ ഫീ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അത് നമ്മുടെ ഒരു മിഷനാണ്. നമുക്കൊരു 1000 എത്തിക്കലായിട്ടുള്ള വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള $1 ബില്യൺ ബിസിനസ്സുകാരെ ബിൽഡ് ചെയ്യണം എന്നുള്ളത്. അതാണ് എൻ്റെ പേഴ്സണൽ മിഷൻ. പിന്നെ മൾട്ടിപ്രണർ എന്ന രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള കുറേ സ്ഥാപനങ്ങൾ ബിൽഡ് ചെയ്യണം. അതിൻ്റെ പണികൾ ഓരോന്നായിട്ട് തുടങ്ങി. 2025 തന്നെ ഏകദേശം മിക്കവാറും ഈ പറയുന്ന 8 സ്ഥാപനങ്ങളും 2025 6 സ്ഥാപനങ്ങൾ നമുക്ക് ഓൾറെഡി എസ്റ്റാബ്ലിഷ്, 2026 ബാക്കിയുള്ളതും ചിലപ്പോൾ ഇനി പോകെ നമ്മൾ ഇനിയും പല വെർട്ടിക്കൽസിലേക്കായിട്ടും നമ്മൾ കിടക്കും. അപ്പോൾ ഇതിനെല്ലാം ഉള്ളൊരു ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ് സാധ്യമാവുന്നത്? കാര്യം ഇപ്പോൾ താങ്കൾ പറയുന്ന പല വേർട്ടിക്കൽസ് ഉണ്ട്, പല ഡൈവേർഷൻസും കാര്യങ്ങളും, ട്രെയിനിങ് സെഷൻസ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആണ്. ഒരാളിന് എങ്ങനെയാണ് ഒരു ദിവസം ഇങ്ങനെ ടൈം സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് പലതിലേക്കും നമ്മുടെ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുക? അപ്പോൾ എന്നെക്കാളും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന യൂസുഫ് അലി സാറ് പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാക്കുന്നു, പുതിയ വെർട്ടിക്കൽസിലേക്ക് പോകുന്നു. എന്നെക്കാളും വലിയ സക്സസ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ചെറിയ പരിപാടികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ പറയുന്ന പോലെ വലിയ സക്സസ് എന്ന അഭിപ്രായം എനിക്ക് എന്നെ കുറിച്ചില്ല. സ്റ്റിൽ നമുക്കിനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടത് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ വലിയ സക്സസ് ആയ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ചെറിയ പണികൾ ചെയ്യാതിരിക്കും. 24 മണിക്കൂറേ ഉള്ളൂ നമുക്ക്. ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്തിരിക്കുക. നമ്മൾ ചെയ്യുവാണെങ്കിൽ അതൊരു 1.5 കാര്യങ്ങളായിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മളെക്കാളും നന്നായി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ഏൽപ്പിക്കാം. ടൈം മൾട്ടിപ്ലൈ ചെയ്യാം, സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ഡെലിഗേഷനിലൂടെ. പിന്നെയോ ടൈമിനെ പ്രയോറിറ്റൈസ് ചെയ്യാം. ഈ 2 കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമയം ഇല്ലാത്തതല്ല, സമയം ഉണ്ടാക്കുന്നതാണ്. എൻ്റെ വണ്ടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അതിനകത്ത് കുറേ പൊടിയും ചെളിയും. ഞാൻ വന്ന സമയത്ത് വണ്ടി കഴുകുക എന്നുള്ളത് ഞാൻ ചെയ്യുന്ന പരിപാടിയല്ല. അത് ഞാൻ വേറെ ആരും ഏൽപ്പിക്കും. ആ ഏൽപ്പിച്ച ആള് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല. കാരണം ആ വണ്ടി കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ അതിനേക്കാളും വാല്യൂ ഉള്ളൊരു കാര്യം, 1 മണിക്കൂർ പോകും, അല്ലെങ്കിൽ 1 മണിക്കൂർ അവിടെ കൊണ്ട് വെറുതെ വായിൽ നോക്കിയിരിക്കണം. അപ്പോൾ ആ 1 മണിക്കൂർ എനിക്ക് അതിനേക്കാളും വാല്യൂ ഉള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. ഇപ്പൊ ലോ വാല്യൂ ഐറ്റംസ് ഡെലിഗേറ്റ് ചെയ്യും, മറ്റുള്ളവരെ ഏൽപ്പിക്കും. ഞാൻ ചെയ്യുന്നത് ഹൈ വാല്യൂ ഐറ്റമായിരിക്കും. ഇനി ഹൈ വാല്യൂ ഐറ്റം തന്നെ ഇപ്പം എൻ്റെ മീഡിയ പ്രൊഡക്ഷൻ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈ വാല്യൂ ആണ്. അത് എന്നെക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളെ ഞാൻ ഏൽപ്പിക്കും. യൂസ്ഫുൾ സാർ പോലൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. നല്ല കഴിവുള്ള ആളുകളെ ബാക്കിയുള്ള സമയം ഏൽപ്പിക്കുക. നമ്മൾ ചെയ്യുന്നത് ഇപ്പം എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി, അതുപോലെ തന്നെ ഇപ്പം ബെഞ്ചാലി അക്കാഡമിയിൽ പറയാൻ ഞാൻ ചെയ്യുന്ന 2 കാര്യമുള്ളൂ. റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യുക, രണ്ടാമത്തത് ട്രെയിനിങ് എടുക്കുക. അതും പ്രീമിയം ട്രെയിനിങ് മാത്രമേ ഞങ്ങൾ നടത്താറുള്ളൂ. അല്ലാത്ത ചെറിയ പരിപാടികളൊക്കെ ഞങ്ങൾ ഓൺലൈനിലൂടെ ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ആവശ്യമുള്ള ആളുകൾ പേയ്മെൻ്റ് അടച്ച് അത് സബ്സ്ക്രൈബ് ചെയ്ത് അവരത് വാങ്ങിച്ചു പൊക്കോളും. പ്രീമിയമായ സെയിൽസ് ട്രെയിനിങ്, ബിസിനസ് കോച്ച്, ഈ ട്രെയിനിങ് മാത്രമേ ഞങ്ങൾ നടത്തും. ഈ 2 പരിപാടി ബെഞ്ചാലി അക്കാഡമി ഞാൻ ചെയ്യുന്നുള്ളൂ. ബെഞ്ചാലി അക്കാഡമിയുടെ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്നത്, അതിൻ്റെ മീഡിയ പ്ലാൻ ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മളിപ്പോഴാണ് കാണുന്നത്. നിങ്ങൾ എൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത സമയത്താണ് എൻ്റെ നമ്പർ. അതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാം ടീമാണ്. ഈവൻ എൻ്റെ സ്കെഡ്യൂൾ, ഓപ്പറേഷണലായിട്ടുള്ള എൻ്റെ സ്കെഡ്യൂൾ സെറ്റ് ചെയ്യുന്നത്, എൻ്റെ ടൈം ടേബിൾ കറക്റ്റ് ആക്കുന്നത്, യാത്ര, മീഡിയ എല്ലാം ചെയ്യുന്നത് ടീമാണ്. അതിനായിട്ടൊരു സിസ്റ്റം ഉണ്ട്. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്. ഞാനുള്ള സമയം പുസ്തകം വായിക്കും, റിസർച്ച് ചെയ്യും, പുതിയ കാര്യങ്ങൾ പഠിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 കാര്യങ്ങളൊന്ന് ട്രെയിനിങ് എടുക്കില്ല, 2 ഡ്രൈവ് ചെയ്യില്ല. ഞാൻ ഒരുവിധമൊക്കെയാണ് ഞാൻ എന്ത് ചെയ്യും, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ആളാണ്. ഓഡിയോ ബുക്സ് പ്ലേ ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോകാൻ ഭയങ്കര ത്രില്ല. അപ്പം ഡ്രൈവിങ്ങും ഞാൻ പഠിക്കാൻ ഉപയോഗിക്കും.
അപ്പോൾ പ്രത്യേകിച്ചും ഈ ആൾക്കൂട്ടത്തിൽ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. കുറേ ആളുകളും വർത്തമാനമൊക്കെ പറഞ്ഞ് ഡ്രൈവ് ചെയ്യാൻ അത് എല്ലാവർക്കും പറ്റുമല്ലോ. എനിക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാനും ആ സമയത്ത് എന്തെങ്കിലും നല്ല കാര്യം, ഇപ്പോൾ ഓഡിയോ ബുക്സുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട പോഡ്കാസ്റ്റുകൾ മനസ്സിലാക്കി കേട്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇങ്ങോട്ട് വന്ന് 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്, തിരിച്ച് അങ്ങോട്ട് ഡ്രൈവ് ഉണ്ട്, ഏകദേശം ഒരു 1.5 പുസ്തകം കംപ്ലീറ്റ് ആവും. അപ്പം ഇങ്ങനെയുള്ള പ്രയോറിറ്റീസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമയം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ.